അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസത്തിന്റെ സുന്ദരമായ ഒരു തിങ്കളാഴ്ച രാവിലാണ് നമ്മളുള്ളത്. റബീഉൽ ആഖിർ മാസത്തിന്റെ 20ാമത്തെ രാവാണ്. നാളെ 20ാമത്തെ പകലാണ്. ആ റബീഉൽ ആഖിറിന്റെ 2/3 ഭാഗം വിട പറയുകയാണ്. ഇനി ഏതാനും 9-10 ദിവസങ്ങൾ മാത്രമാണ് നമ്മളിൽ അവശേഷിക്കുന്നത്. ഓരോ മാസവും ഇങ്ങനെ കടന്നു പോകുമ്പോൾ അൽഹംദുലില്ലാഹ് ചെയ്യുന്ന ഒരുപാട് അമലുകളുണ്ട്. അതൊക്കെ ഒന്ന് അല്ലാഹു തആല സ്വീകരിച്ചാൽ മതി. പ്രത്യേകിച്ച് ഈ മാസത്തിൽ ഒരുപാട് നമ്മുടെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളെ നമ്മൾ ഒരുപാട് കണ്ട് പറയുകയും മഹാനവറുകളെ പറ്റി പറയുന്നത് കേൾക്കുകയും ചെയ്ത ഒരു മാസം കൂടിയാണ്. അള്ളാഹു തആല കബൂലാക്കട്ടെ. അവരോടൊപ്പം നമുക്കും അള്ളാഹു തആല സ്വർഗം നൽകട്ടെ. ആമീൻ. ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ചില ദിക്റുകൾ നമുക്കൊന്ന് പറഞ്ഞാലോ? ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ എല്ലാവർക്കും വേണ്ടി ദുആരക്കും അള്ളാഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മുടെ മജ്ലിസിലേക്ക് കടക്കുന്നു. ഒരു സ്വലാത്ത് പറയാം. ഈ സ്വലാത്ത് തിബ്ബു സ്വലാത്താണ്. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വലാത്താണ്. ഒരുപാട് പ്രത്യേകതകൾ മഹത്വങ്ങൾ ഈ സ്വലാത്തിന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ ഈ സ്വലാത്തിന്റെ മഹത്വങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് മഹത്വത്തിലേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നിരവധി നേട്ടങ്ങളുണ്ട്. മുഴുവൻ പ്രതിഫലങ്ങളും അല്ലാഹു തആല ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് തരട്ടെ. പ്രത്യേകിച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ, അതുപോലെ തന്നെ നബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ, നബിയോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. തിബ്ബു സ്വലാത്ത് പറഞ്ഞാലോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ലോക മുഅ്മിനീങ്ങൾ വലിയ പ്രയാസത്തിലാണ്. പ്രത്യേകിച്ച് ഗസ, ഫലസ്തീൻ, അതുപോലെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ പല സ്ഥലത്തും മുഅ്മിനീങ്ങൾ വലിയ സങ്കടത്തിലാണ്, ഒരുപാട് കഷ്ടപ്പാടിലാണ്. അല്ലെ? അല്ലാഹുവേ പടച്ചവനെ, മുസ്ലിം ഉമ്മത്തിന് നീ അഭിമാനം കൊടുക്കണേ എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ദുആരക്കണം. പറഞ്ഞു ഏത് സമയത്തും നമ്മൾ ഈ ദുആ അധികരിപ്പിക്കണം കേട്ടോ. പറഞ്ഞു അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين،
والمسلمين اللهم أعز الإسلام 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 والمسلمين നമുക്ക് കുറച്ച് അഫ്ളലു ദിക്ർ ചൊല്ലിയാലോ? ഈ ദിക്ർ ചൊല്ലാതെ നമ്മൾ ഒരു ദിക്റിന്റെ മജ്‌ലിസും അവസാനിപ്പിക്കാൻ പാടില്ലെന്നാണ്. ഒരുപാട് നേട്ടങ്ങൾ ഈ ദിക്റിന്റെ പിറകിലുണ്ട്. ഈ ദിക്ർ പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ പിന്നെ അവൻ വിജയിച്ചില്ലേ? ജീവിതത്തിൽ എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും എത്ര വേണ്ടാത്തരം ചെയ്ത ആളാണെങ്കിലും അവസാനം മരിക്കുന്ന സമയത്ത് ആ നാവ് കൊണ്ട് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സൗഭാഗ്യം അവനിക്കില്ല. അതിനേക്കാൾ വലിയ അല്ലാഹു തആല പുറത്തു കൊടുക്കൽ വേറെ ഒന്നും അവനിക്ക് ഇനി കിട്ടാനില്ല. പറഞ്ഞോ, അല്ലാഹുവേ, ഇത് പറയുമ്പോൾ ഈ ഒരു ദിക്ർ ഞങ്ങൾക്കും റബ്ബേ മനസ്സിൽ തട്ടി മരിക്കുന്ന സമയത്ത് പറയാൻ, അത് പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ് എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ? ഇസ്തിഗ്ഫാറിന് മൊത്തത്തിൽ ഒരുപാട് നേട്ടമുണ്ട്. നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുക മാത്രമല്ല, ഹമ്മ് ഒമ്മ്, നമ്മുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറാൻ, കടങ്ങളൊക്കെ മാറാൻ ഇസ്തിഗ്ഫാർ പതിവാക്കണം. ഒരുപാട് ഇസ്തിഗ്ഫാറുണ്ട്, ഏത് തരത്തിൽ പറഞ്ഞാലും പ്രതിഫലമാണ്. സാധാരണ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയില്ലേ, അങ്ങനെയും പറയാം. അതല്ലാതെ അള്ളാഹുവിന്റെ ഇസ്മുകളൊക്കെ ചേർത്ത് പറയുമ്പോൾ അത് ഭയങ്കര എഫക്റ്റീവ് ആകുമെന്നാണ്. നമുക്ക് പറഞ്ഞാലോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. 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 ഈമാൻ കിട്ടി മരിക്കണം അല്ലേ? ഇപ്പൊ ജീവിക്കുമ്പോൾ പല തെറ്റുകളും ചെയ്യും, പല നന്മകളും ചെയ്യും. അതൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമോ, നന്മകൾ സ്വീകരിക്കുമോ, തിന്മകൾ പുറത്തു തരുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ അള്ളാഹുവിനോട് ദുആരക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ പാപമോചനം കിട്ടേണ്ടത് മരിക്കുന്ന സമയത്താണ്. മരിക്കുന്ന സമയത്ത് പാപമോചനം കിട്ടി കെലിമ ചൊല്ലി മരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു അള്ളാഹുവിൻ്റെ ഇസ്മു പറഞ്ഞിട്ട് നമുക്ക് ആ കാര്യം ചോദിക്കാം. അപ്പോൾ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. പറഞ്ഞോ? യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ
ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം. ഏത് നല്ല കാര്യം ചെയ്താലും അതിനുശേഷം നമ്മൾ പറയേണ്ട ഒരു ദുആയുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്ന ദുആയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും പരിശുദ്ധ കഅബയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം അവർ ചെയ്ത ദുആയാണ്. എല്ലാ ദിവസവും നമ്മളൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരല്ലേ, അപ്പോൾ അത് അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ നന്മ ചെയ്തതിന് ശേഷം റബ്ബ് ഇത് നീ കബൂലാക്കണേ എന്ന് നമ്മൾ ദുആരക്കണം. നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ആരെങ്കിലൊക്കെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ, നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഒക്കെ, ഖുർആൻ ഓതി കഴിഞ്ഞാൽ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന ദുആ മറക്കാൻ പാടില്ല. നമുക്കൊന്ന് പറഞ്ഞാലോ, നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു കബൂലാക്കാൻ വേണ്ടി നല്ലവണ്ണം നമുക്ക് ദുആരക്കാം. പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. വിശുദ്ധമായ ഖുർആനിൽ നിരവധി ദുആകളുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ രാവിലത്തെ വീഡിയോയിലൊക്കെ ഖുർആനിൽ വന്നിട്ടുള്ള ചില ദുആകളുടെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുർആനിൽ വന്നിട്ടുള്ള നിരവധി ദുആകളിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ട ഒരു ദുആയുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ദുആ പറഞ്ഞാൽ നമ്മുടെ ദുന്യാവും രക്ഷപ്പെടും, നാളെ ആഖിറവും രക്ഷപ്പെടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദുആ പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞോ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനും ഒരുപാട് നന്മകൾ ജീവിതത്തിൽ കിട്ടാനും മഹാന്മാരായ പ്രവാചകന്മാരുടെ നാവിൻ തുമ്പിലൂടെ അല്ലാഹു തആല നമുക്ക് തന്ന പുണ്യമായ ഒരു വചനമാണ്. പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت
أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ ദിക്റിന്റെ മജ്ലിസ്, നമ്മുടെ സ്വലാത്തുകൾ പറഞ്ഞു, ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞു, അല്ലെ, ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിരവധി ആളുകൾ ഉസ്താദ് പ്രത്യേകം ഇന്നത്തെ മജ്ലിസിൽ ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കണമെന്ന് കമന്റിലൂടെ അറിയിച്ചവരുണ്ട്, നേരിട്ട് കണ്ട് പറഞ്ഞവരുണ്ട്, ഫോണിൽ വിളിച്ച് പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിൽ ദുആരക്കുകയാണ്. ഒരു ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أرحم الراحمين ആയ കരുണയുള്ള അല്ലാഹ്, രാജാതിരാജനായ റഹ്മാനെ അല്ലാഹുവേ തമ്പുരാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തു പോയവരാണെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹു. ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ ഈ ഇരുത്തം നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹുവേ. ഒരുപാട് ഉമ്മമാര് പങ്കെടുക്കുന്ന മജ്ലിസാണ്, ഒരുപാട് വാപ്പമാര് പങ്കെടുക്കുന്ന മജ്ലിസാണ്, ഒരുപാട് ഉസ്താദുമാരും സയ്യിദന്മാരും സാധാരണക്കാരും അല്ലാഹുവേ, നിരവധി അനവധി ആളുകൾ പങ്കെടുക്കുന്ന ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ സ്വർഗ പ്രവേശനത്തിന് ഈ മജ്ലിസ് ഞങ്ങളിൽ നിന്നും നീ കാരണമാക്കി സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒറ്റക്കും കൂട്ടായും അല്ലാഹുവേ നിരവധി തെറ്റുകൾ ചെയ്തു പോയി എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ചെറുതായ വലുതായ തെറ്റുകളുണ്ടെല്ലാം നീ മാപ്പാക്കണേ ഇത് ഞങ്ങളുടെ തൗബയായി നീ സ്വീകരിക്കണേ ഇനി ഞങ്ങൾ തെറ്റ് ചെയ്യില്ല അല്ലാഹുവേ. തെറ്റ് ചെയ്യാനുള്ള മനസ്സ് തരല്ലേ നന്മ ചെയ്യാനുള്ള മനസ്സ് തരണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളാക്കി മാറ്റിയ ഞങ്ങളുടെ പൊന്നു ഉപ്പച്ചിയുണ്ട്, ഉമ്മച്ചിയുണ്ട് റഹ്മാനെ. പലരും ഖബറിലാണ്, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മരുമക്കളും പേരക്കുട്ടികൾ അല്ലാഹുവേ, ഒരുപാട് ബന്ധുമിത്രാദികളുണ്ട്. ലോക മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കൊടുത്ത് അനുഗ്രഹിക്കണേ ഞങ്ങൾക്കും സ്വർഗം നൽകണേ അല്ലാഹുവേ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഉമ്മമാരെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ജീവിതത്തിൽ ആ ഉമ്മമാര്, സഹോദരിമാർ ഒരുപാട് വേദനകൾ തിന്നവരാണ്, വിഷമങ്ങൾ, സങ്കടങ്ങൾ ഏറ്റവരാണ്. ഇനി നീ അവരെ നീ വേദനിപ്പിക്കല്ലേ
അല്ലാ, ഇനി നീ അവരെ സങ്കടപ്പെടുത്തല്ലേ അല്ലാ. ഒരുപാട് ഉമ്മച്ചിമാർ റബ്ബേ ക്യാൻസർ രോഗത്തിന് അടിമയാണ്. അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ ചെറുതും വലുതുമായ ശരീരവേദന, മുട്ടുവേദന, അതുപോലെ തന്നെ വയറിന് കംപ്ലൈന്റ് ഉണ്ട്, ഗർഭപാത്രത്തിൽ മുഴയുണ്ട്, അങ്ങനെ പല അസുഖങ്ങൾ പറഞ്ഞു ദുആരക്കാൻ പറഞ്ഞവരാണ്. റഹ്മാനെ, ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളും ഞങ്ങളുടെ ഉമ്മമാരുടെ, സഹോദരിമാരുടെ, ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ, മാറ്റി കൊടുക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളുടെ വാപ്പമാരെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ മക്കളുടെ ജോലിയിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ എല്ലാവരുടെയും കച്ചവടത്തിൽ, ബിസിനസ്സിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഹലാലായ സമ്പത്ത് തരണേ അല്ലാ, ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ, ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ആരുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇസ്സത്ത് തരണേ അല്ലാ, അഭിമാനം തരണേ അല്ലാ. ആരുടെ മുന്നിലും ഞങ്ങൾ തല താഴ്ത്തുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് വിഷമങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്, നീ മാറ്റിത്തരണേ അല്ലാ, നീ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ, രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാ, കടങ്ങൾ വീട്ടി തരണേ അല്ലാ. കടങ്ങളുള്ളവരുണ്ട്, കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി തുറന്നു തരണേ റഹ്മാനെ. മക്കളുടെ വിവാഹമാണ് ഉസ്താദെ, കയ്യിലൊരു പൈസയില്ല, അല്ലാഹുവേ സ്വർണ്ണമായിട്ട് കൊടുക്കാൻ ഒന്നുമില്ല, ഉസ്താദ് പ്രത്യേകം ദുആരക്കണമെന്ന് ഒരുപാട് വാപ്പമാരും ഉമ്മമാര് പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് പല കാരണങ്ങളുടെ പേരിൽ വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന അല്ലാഹുവേ പടച്ചവനെ, സഹോദരിമാരെ, സഹോദരങ്ങൾ, ഖൈറായ ഇണകളെ നീ അവർക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വീടില്ലാത്തവരുണ്ട്, വീട് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളിൽ നീ സ്വലാഹിയത്ത് നിറച്ചു തരണേ അല്ലാ. മക്കൾ കാരണം സന്തോഷിക്കുന്ന മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. വിദേശത്തുള്ള ഞങ്ങളുടെ മക്കളുണ്ട്, ഞങ്ങളുടെ ഭർത്താക്കന്മാരുണ്ട്, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, റഹ്മാനെ, അവർക്കെല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ സമാധാനം തരണേ അല്ലാ, കുടുംബത്തിൽ സ്വസ്ഥത തരണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾ ഇവിടെ ചൊല്ലിയ ദിക്റിന്റെ, സ്വലാത്തിന്റെ, തസ്ബീഹിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ വിജയിപ്പിക്കണേ അല്ലാ. ഹോസ്പിറ്റലുകൾ ഇങ്ങനെ മാറി മാറി കയറിറങ്ങി ഉസ്താദേ, കയ്യിലുള്ളതെല്ലാം വിറ്റു, ഇനി ഒന്നുമില്ല, ദുആരക്കണമെന്ന് പറഞ്ഞ എത്രയോ പാവപ്പെട്ട ഉമ്മമാരുപ്പമാര്, റഹ്മാനെ പടച്ചവനെ, ഞങ്ങളുടെ വിഷമങ്ങൾ നീ കാണണേ അല്ലാ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരണേ അല്ലാ. അല്ലാഹുവേ, ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. പാവപ്പെട്ട ഗസയിലെ, ഫലസ്തീനിലെ, അതുപോലെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയി എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുക്കണേ അല്ലാ. എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല, ഏതായാലും ഞങ്ങൾ മരിക്കേണ്ടവരാണ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് കിട്ടിയവരുണ്ട്, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അവരുടെ യാത്രകൾ നീ എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കണേ അല്ലാ. പടച്ചവനെ, നാളെ ഞങ്ങളുടെ ഈ മജ്ലിസിൽ ഒരുമിച്ച് ചേരാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. നാളത്തെ മജ്ലിസിനെങ്ങാനും മുമ്പ് ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അല്ലാഹുവേ, ഈ മജ്ലിസ് ഞങ്ങളുടെ തൗബയുടെ മജ്ലിസായി സ്വീകരിക്കണേ അല്ലാ. ഇത് ഞങ്ങളുടെ തൗബയാണ് റബ്ബേ, നീ ഖബൂലാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് والمسلمين والمسلمات آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. الحمد لله. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും ദുആയും എല്ലാം സ്വീകരിക്കട്ടെ. കമന്റിലൂടെ ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നുണ്ട്, എല്ലാവർക്കും ദുആരക്കാം. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് എല്ലാ വിജയങ്ങളും ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തരട്ടെ. ആമീൻ ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.